സത്യം പറയാതെ നുണ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരുണ്ടാകുന്നൊരു കാലത്ത്, കാരണം ഒരു ഗവൺമെൻറ് വളരെ സത്യസന്ധമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഇതല്ല സ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റാൻ പലപ്പോഴും ഈ നേരായ വഴിയിലൂടെ പോകുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും നേരായ വഴിയിൽ അവർക്ക് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അതിനുള്ള എല്ലാ തടസ്സങ്ങളും സൃഷ്ടിക്കും. ഒരു ജനതയുടെ ഏറ്റവും വലിയ ആവശ്യം എന്നത് യാത്രാ സൗകര്യങ്ങളാണ്. ആ യാത്രാ സൗകര്യത്തിന് ഒരു ഗവൺമെൻറ് ഒപ്പം നിന്നു എന്ന് പറയുന്നത്, അത് സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ആ ഗവൺമെൻറ് ഏറ്റവും മനോഹരമായിട്ട് ജനങ്ങളെ ചേർത്ത് നിർത്തുന്നത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് സജീവമായിട്ട് കൂടെ നിൽക്കുന്നു എന്നുള്ളത് കാഴ്ച കൊണ്ട് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഈ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അതാണ്. ഒരു ഭരണകൂടം സ്ട്രെയിറ്റായിട്ട് സത്യസന്ധമായിട്ട് മനുഷ്യരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ അതിനൊരു തുടർച്ച ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ കണ്ടത്, ഞാൻ ഇത്രയും യാത്രകൾ ചെയ്തപ്പോഴും ഇത്രയും സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുകയും ഇത്രയും ആളുകൾ കാണുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഭരണകൂടം നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും അവരോടൊപ്പം നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളത് വലിയ തോതിൽ പബ്ലിസിറ്റി ഉണ്ടാക്കുന്നില്ല, അതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടാക്കി മാറ്റുന്നില്ല എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം നോക്കൂ, 62 ലക്ഷത്തോളം ആൾക്കാർക്ക് പെൻഷൻ കൃത്യമായിട്ട് കിട്ടുന്നു എന്നുള്ളതുണ്ടായിരുന്നു. വീടുകളുണ്ട്, എൻ്റെ വീടുകൾ കിട്ടുന്നു എന്നുള്ള ഈ ചൂരൽമല ഇഷ്യൂ വന്ന സമയത്ത് അവർക്ക് വേണ്ടിയുള്ള വീടുകൾ റെഡിയായി കിടക്കുന്നു. ആളുകൾക്ക് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് നമുക്ക് വരുന്ന മാർക്കറ്റിലേക്ക് വരുന്ന മറ്റ് വസ്തുക്കളിൽ മുഴുവൻ നമ്മൾക്കൊരു കൺട്രോൾ ഉണ്ടാവുന്നു. മനുഷ്യനെ ചേർത്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ശ്രമം അതാത് പ്രദേശങ്ങൾ, ഞാനിപ്പോൾ റോഡിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ പോകുന്ന ഓരോ റൂറൽ ഏരിയയിലുള്ള റോഡുകൾ പോലും അവിടെയുള്ള ആളുകൾക്ക് അതറിയാമല്ലോ. അവർ തിരിച്ചറിഞ്ഞാൽ മതി, ആ ആൾ തിരിച്ചറിഞ്ഞാൽ മതി ഇത് ഈ ഭരണത്തിന് തുടർച്ച വേണമോ വേണ്ടയോ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ മതി. അവർക്കത് വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളിലേക്കാണ് സ്വയം ചെന്ന് ചാടുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തുടർഭരണം അല്ലെങ്കിൽ തുടർച്ച ഉണ്ടാകണം എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇതൊന്നും തന്നെ പറയാതെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരിടത്ത് ചെയ്യുന്നില്ല എന്നുള്ളത് പറയുന്ന ആൾക്കാരെ നമ്മൾ അവഗണിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ. സഹസംവിധായകനായിട്ടാണ് ആദ്യം മലയാള സിനിമാ രംഗത്തേക്ക് വരുന്നത്. ശേഷം നടനായിട്ടും കഥാകൃത്തുമൊക്കെ ആയിട്ട് നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തിരിച്ച് സിനിമാ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ അഭിരാമി ചോദിച്ച ചോദ്യത്തിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ, നടൻ എന്ന സംവിധായകനൊക്കെ മുമ്പ് ഞാൻ മാതൃഭൂമിയിലും ഭാഷാഭൂഷണിയിലും മലയാള നാട്ടിലും കുങ്കുമത്തിലും കലാകുമത്തിലും കഥയിലുമൊക്കെ കഥ എഴുതിയൊരു കാലം എനിക്കുണ്ട്. അതിലാണ് തുടങ്ങുന്നത്. അത് എൻ്റെ ഒരു ഡിഗ്രി കാലം മുതൽ കഥകൾ എഴുതി തുടങ്ങിയിട്ടൊരു കാര്യമാണ്. 80കളിൽ സിനിമ ഞാൻ തുടങ്ങുന്നത് 90ലാണ്. കഴിഞ്ഞ 10 വർഷങ്ങളിലും വ്യാപകമായിട്ടുള്ളൊരു ജേർണലിസ്റ്റ് കാര്യം കൂടി എനിക്കുണ്ട് എന്നതാണ്. മാതൃഭൂമിയുടെ സൺഡേ സപ്ലിമെൻറ്റിലും മലയാള മനോരമയ്ക്കും അന്നത്തെ കാലത്ത് ജനയുഗത്തിനകത്തും ഒക്കെ ആയിട്ട് വളരെ സജീവമായിട്ട് സാഹിത്യവും ചിത്രകലയും നാടകവുമായിരുന്നു അന്ന്. സംഗീതവും നമ്മുടെ കുറച്ചാണ്, പക്ഷെ നാടകവും സാഹിത്യവും ചിത്രകലയും വളരെ സജീവമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നൊരു കാലമുണ്ട്. ഇതൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ മെൻറ്റ് ചെയ്യപ്പെടുന്നത്. എന്നെ ഏതെങ്കിലും തരത്തിൽ മറ്റൊരാളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ ഇതൊക്കെ ഞാൻ കാരണമായിട്ടുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ ആകുന്ന കാലത്ത് സിനിമ എന്ന് പറയുന്നൊരു മീഡിയം നമ്മളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് അത് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുന്നത്, ഞാൻ കല്യാണമൊക്കെ കഴിച്ച് കുഞ്ഞൊക്കെ ആയതിനു ശേഷമാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ആകുന്നതാണ്. സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുക, നടുക്കടലിലേക്ക് എടുത്തു ചാടുന്ന ഒരു പ്രവൃത്തിയാണത് അന്നത്തെ കാലത്ത്. പക്ഷേ എനിക്കെൻ്റെ ഭാര്യ സർക്കാർ ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് ഒരു സപ്പോർട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കൊരു ജോലി ഉണ്ടാകുമ്പോഴില്ല, മറ്റത് അറിയില്ല. അതും ഭരത് ഗോപി എന്ന് പറയുന്ന ചലച്ചിത്ര നടൻ എന്നുള്ളതിനും സംവിധായകനുമായിട്ടുള്ള അദ്ദേഹത്തോടൊപ്പം NFDCയുടെ ഒരു പ്രോജക്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റൻ്റ് ആകുന്നത് എന്നുള്ളത്. കാരണം അതൊരിക്കലും ഒരു മെയിൻ സ്ട്രീം സിനിമ അല്ല, അതൊരു പാരലൽ സിനിമയുടെ ഭാഗമാണ്. അത്തരമൊരു സിനിമയിൽ ചെന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നമ്മുടെ കയ്യിലുള്ള പണിയൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ചെല്ലുകയും എൻ്റെ കുഞ്ഞിനെ അമ്മൂനെ പ്രസവിച്ച ദിവസമാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള തസ്തിക എടുക്കുന്നത്. ഒരേ സമയം 2 തസ്തിക ഞാൻ ഏറ്റെടുത്തു, അച്ഛൻ എന്നുള്ളതും സഹസംവിധായകൻ എന്നുള്ളതും.
അങ്ങനെ 2 തസ്തികയിൽ രണ്ടാമത്തെ തസ്തികയിൽ നമുക്കൊരു ഉറപ്പുമില്ലാത്ത ഒരവസ്ഥയാണ്. പക്ഷേ അവിടെ നിന്നുകൊണ്ടുണ്ടാകുന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ അന്നും ആ സിനിമയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ട്. ഗോപിച്ചേട്ടൻ്റെ കൂടെ ഉണ്ടായപ്പം എന്നും ഷായ് സാറ് വരും, ലെനിൻ സാറ് കാണാൻ വരാറുണ്ട്. ഒരുപാട് എഴുത്തുകാരും സംവിധായകരും ഒക്കെ ആയിട്ടുള്ള അടുപ്പം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ആർട്ട് ഡയറക്ടറായിരുന്നു രാജീവ് അഞ്ചൽ. നമ്മൾ ചെയിൻ തുടങ്ങണം. അപ്പോൾ ആ സിനിമയിൽ രാജീവേട്ടൻ എന്നെ അടുത്ത സിനിമയ്ക്ക് കൂടെ കൂട്ടുന്നു, അതിനടുത്ത സിനിമയ്ക്ക് കൂടെ കൂട്ടുന്നു. ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് ആക്ഷൻ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ ഒന്നിൻ്റെ പുറകെ നൂല് പിടിച്ച് പോകുന്നത് പോലെ ആ നൂല് പിടിച്ച് പോയതിൻ്റെ പുറത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത്. അപ്പം സിനിമ എനിക്ക് ഒരിക്കലും, സിനിമ മാത്രമല്ല സാഹിത്യവും, ഞാൻ കണ്ടിട്ടുള്ള എഴുത്തുകാരും, ഞാൻ കണ്ടിട്ടുള്ള ചിത്രകാരന്മാരും, ഞാൻ കണ്ടിട്ടുള്ള നാടക പ്രവർത്തകരും, പ്രസാദ് സാറിനൊക്കെ സാറ് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പേ എനിക്ക് വളരെ അടുത്ത് ഒരുമിച്ച് നിന്നിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. ഞങ്ങൾ രണ്ടും പരസ്പരം പറഞ്ഞിട്ടുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലൊരു സമയത്ത് രാവിലെ ഞാൻ ഞങ്ങൾ രാത്രി ഒരു 2 മണി വരെ ഇരുന്നിട്ട് ഞാൻ 4 മണിക്ക് എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും വെളുപ്പംകാലത്ത് പോകാനുള്ളതാണ്. തട്ടി ഉണർത്തിയിട്ട് പോകുമ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു, ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പുള്ളി പറഞ്ഞു, ഇത്രയും നേരത്തെ എഴുന്നേക്കുമെന്ന് ചോദിച്ചു. ഞാൻ ആ നേരത്തെ എഴുന്നേറ്റു. അത് സിനിമാ നടനാകാൻ നല്ലതാണ്. കാരണം രാത്രി വെളുക്കെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെളുപ്പാങ്കാലത്ത് നേരത്തെ എഴുന്നേക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിൽ എഴുന്നേക്കാൻ എളുപ്പമാണ്. അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്ക് മുമ്പേ ഞാൻ സിനിമാ നടനാവില്ല, സാറ് സിനിമാ നടനാവും എന്ന് ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് പറയണം. പക്ഷേ എനിക്ക് മുമ്പേ സാറ് സിനിമാ നടനാകുകയും ചെയ്തു. പക്ഷെ പുള്ളിയോടൊപ്പം ഞാൻ അഭിനയിക്കുകയും ചെയ്തു. പുള്ളിയുടെ എല്ലാ അവസാനത്തെ 2 സിനിമകളിലും ഒന്നിച്ച് ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ അതൊരു നമുക്ക് പറയാം, നമ്മളൊരു സിനിമയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ, ഗോപിച്ചേട്ടൻ്റെ കൂടെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടങ്ങുകയും ചെയ്തു. ഗോപിച്ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയുടെ ഭാഗമായി ഗോപിച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുകയും ചെയ്തു. എൻ്റെ 2ാമത്തെ സിനിമ ഭരത് ഗോപിയുടെ കൂടെ അഭിനയിക്കുകയാണെന്നത്, കാശ്മീരം കഴിഞ്ഞ് വാർദ്ധക്യ പുരാണമെന്ന സിനിമ. അപ്പോൾ ഇങ്ങനെ നമ്മൾക്കും അപരിചിതർ എന്ന് നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഒരുപാട് വ്യക്തികളുമായിട്ടുള്ളൊരു സഹവാസം ഉണ്ടാകുന്നില്ല. അത് ഇന്നും തുടരുന്നുണ്ട്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചോളം സിനിമ എനിക്ക് തന്നിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളുമൊക്കെ ശരിക്ക് നമ്മുടെ ഉള്ളിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ലെനിൻ സാറുമായിട്ടുള്ള, അതായത് ലെനിൻ സാറിൻ്റെ കൂടെ ഞാൻ അഭിനയിക്കാൻ ഒന്നും പോയിട്ടില്ലായിരുന്നു, അസിസ്റ്റന്റ് കൂടുതൽ. പക്ഷേ ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ പുള്ളി ചെയർമാനായിരുന്നപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ പുള്ളിയായിരുന്നു പലപ്പോഴും എന്നെ പല കാര്യങ്ങൾക്കും ഞാൻ സിനിമ തുടങ്ങുമ്പോൾ അസിസ്റ്റൻ്റായി തുടങ്ങിയ കാലത്ത് മുതൽ ഉള്ള സ്നേഹമുണ്ട്. അപ്പം ഷായ് സാറ്, ഇങ്ങനെയുള്ള ഒരുപാട് ഷായ് സാറിൻ്റെ കൂടെ ഞാൻ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല തരത്തിലും പല ആളുകളുമായിട്ടുള്ളൊരു അസോസിയേഷൻ ഒരർത്ഥത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ, നമ്മുടെ ജീവിത രീതിയെ, നമ്മുടെ സ്വഭാവത്തെ, നമുക്ക് സൊസൈറ്റിയിലേക്ക്, നമുക്ക് സമൂഹത്തോട് ഏത് തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റാണ് ആവശ്യം, എങ്ങനെയായിരിക്കണം ഇടപെടേണ്ടത്, നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്, അത് തിരിച്ച് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ഷെയറിങ്ങിൻ്റെ കാര്യം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ സിനിമകൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഏത് തരത്തിലുള്ള രാഷ്ട്രീയം ഒക്കെ വെച്ചുകൊണ്ടാണ് നമുക്ക് സിനിമ ചെയ്യാനൊരു സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് അങ്ങനെ പോയൊരു സ്വാതന്ത്ര്യത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ആത്മസംതൃപ്തിയോടുകൂടി സിനിമ എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കേരളം എങ്ങനെയാണ് ഇങ്ങനെയൊരു രീതിയിലേക്ക് നമുക്ക് എന്തും എല്ലാ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അയാളുടെ സ്വാതന്ത്ര്യം, ജനാധിപത്യം ഒക്കെ നോക്കിക്കൊണ്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരു സിനാരിയോയിലേക്ക് വന്നിട്ട് അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത് വലിയ തോതിൽ ഇടപെട്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ KPSC പോലുള്ള, തോപ്പിൽ ബാസിയെ പോലെയുള്ള എഴുത്തുകാർ സിനിമയ്ക്ക് വേണ്ടി നാടകം ഈ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നാടകങ്ങൾ വന്നിരുന്നപ്പോൾ ആ നാടകത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച പലരും ചലച്ചിത്ര പ്രവർത്തകരായി മാറുന്നുണ്ട്. നല്ല സാഹിത്യം ഉണ്ടാവുന്നുണ്ട് നമുക്കിവിടെ. ഏറ്റവും പുരോഗമനപരമായിട്ട് തന്നെ തകഴിയെ പോലെയുള്ള എഴുത്തുകാരുണ്ടാകുന്നു, കേശവദേവനെ പോലുള്ള എഴുത്തുകാരുണ്ടാകുന്നു, MT പോലുള്ള എഴുത്തുകാരുണ്ടാകുന്നു, പൊൻകുന്നം വർക്കി ധാരാളം സിനിമയ്ക്ക് തിരക്കഥകൾ എഴുതിയിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഇത്തരം എഴുത്തുകാർ പുരോഗമന ആശയങ്ങളെ ചലച്ചിത്രത്തിൽ എന്ന് പറയുന്ന മേഖലയിലേക്ക് ഈ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ റീക്രിയേഷൻ ആണ് ജനം കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നാടകം ഒരു വഴിയിലൂടെ പോയപ്പോൾ നാടകത്തിനകത്തൂടെ പുരോഗമനപരമായ ഈ പൊളിറ്റിക്കലി കറക്റ്റ്നെസ് ഉള്ള അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും പറയുന്നില്ല. നമുക്ക് സമൂഹത്തിന് എന്താണ് ഉതകുന്നത്, സമൂഹത്തിന് ഏത് രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, സമൂഹത്തെ എന്ത് പഠിപ്പിക്കണം, സമൂഹം എങ്ങനെയാണ് ജനങ്ങളുമായിട്ട് ഈ കൂടെയുള്ള സഹജീവികളുമായിട്ട് ഇടപെടേണ്ടത്, പ്രകൃതിയുമായിട്ട് ഏത് രീതിയിൽ പോകണം എന്ന് പറഞ്ഞു പോകുന്നൊരു ഒരു വർക്ക് ഓഫ് ആർട്ട് അതിനകത്ത്. അത് ഈ പറയുന്ന എഴുത്തുകാർ വളരെ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട്
അതുതന്നെയായിരുന്നു അന്നത്തെ സംവിധായകർ എടുത്തിരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കും, ഭാർഗവി നിലയം പോലെ, വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലൊരു എഴുത്തുകാരൻ തിരക്കഥ എഴുതിയ ഭാർഗവി നിലയം ഇന്നും എന്നും സിനിമ എന്ന് പറയുന്നത്. പക്ഷേ അതുപോലത്തെ ചില അതിനകത്തൊരു വലിയ കണ്ടന്റ് പറയുന്നുണ്ടല്ലോ. അപ്പം ഒരു കഥ പറഞ്ഞു പോകുന്നത് മാത്രമല്ല ഇവരൊന്നും ചെയ്തിരുന്നത്. ആ കഥയിൽ സൊസൈറ്റിക്ക് ഗുണകരമാകുന്ന, സൊസൈറ്റിയിലെ തെറ്റുകൾ ഉണ്ടാകുന്ന, തിരുത്താൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാഴ്ചകൾ കൂടി അവർ കൊണ്ടുവരുന്നുണ്ട്. അത് ഒരു സ്വതന്ത്രമായ ചിന്ത അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ വളരെ പ്രോഗ്രസീവായിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എഴുത്തുകാർ ഒപ്പം നിൽക്കുന്നുണ്ട്. ഇന്നും അതേ രീതിയിൽ തന്നെ എഴുത്തുകാർ തന്നെയാണ് ഇതിൻ്റെ ബേസിക് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അത്രയും സ്വാതന്ത്ര്യബോധത്തോടു കൂടി ചിന്ത ഏറ്റവും വളരെ യൂണിവേഴ്സലാകുന്ന, ഈ പ്രപഞ്ചം മുഴുവൻ അറിയണമെന്ന് പറയുന്ന ഒരു ചിന്താബോധവും ഒക്കെ കൂടെ ചേർത്തുകൊണ്ടാണ് സിനിമകൾ ഉണ്ടാകുന്നത്. ആ ഒരു ധൈര്യം കേരളത്തിൽ മലയാളിക്ക് കിട്ടുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ പലപ്പോഴും അതുണ്ടാവുന്നില്ല. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്കിനെ ഏറ്റവും ജനകീയമായിട്ട് ജനാധിപത്യ സ്വഭാവത്തിലൂടെയാണ് കൊണ്ടുവന്നത്. ഈ അഭിപ്രായം പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള എതിർപ്പുള്ളവനും ഉണ്ടാവും, അനുകൂലിക്കുന്നവരുണ്ടാവും. ഈ രണ്ട് കക്ഷികളുടെയും അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് മൂന്നാമതൊരു തലവും കൂടി ഉണ്ടാകുന്നുണ്ട്. ഈ നമ്മൾ ഒരു ഡിസ്കോഴ്സ് നടക്കുന്നുണ്ട് എന്നുള്ള ബേസിക്കലി ഒരു സംവാദം ഉണ്ടാകുന്നത്. ആ സംവാദത്തിനുള്ള സാധ്യതയുള്ള ഒരു സംസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ ലോകത്തുണ്ടെങ്കിൽ തന്നെ ഇനി ഞാൻ കരുതുന്നത് കേരളമാണെന്നല്ല. കാരണം ലോകത്ത് ഇത്രമാത്രം ഈ ഒരു സംഭാഷണത്തിലൂടെയും ഈ ചിന്തകളിലൂടെയും മനുഷ്യനെ ബോധവൽക്കരിക്കുകയും അവൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ട് എന്തു വേണം എന്തു വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു രീതി ഉള്ള ഒരു സ്റ്റേറ്റ് അക്ഷരാർത്ഥത്തിൽ കേരളം തന്നെയാണ്. മലയാളികളുടെ ബോധത്തെക്കുറിച്ച് നമുക്ക് നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് ഏത് വർക്ക് ഓഫ് ആർട്ടും ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറയാനും ചെയ്തതിനെ അഭിനന്ദിക്കാനും രണ്ടും കഴിയുന്ന ഒരു ജനത നമുക്കുണ്ടെന്നുള്ളതാണ്. അത് എന്തുകൊണ്ടുണ്ടാകുമെന്ന് വെച്ചാൽ വളരെ കാരണം വലിയ തോതിൽ ചിന്തിക്കുന്ന ജനതയാണ് കേരളത്തിലുള്ള ആൾക്കാർ. അപ്പോൾ കിട്ടുന്ന ആശയങ്ങൾ അതുണ്ട്. പലതിൽ നിന്നും പലതും അവർ ഏറ്റുവാങ്ങിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതെടുത്തുകൊണ്ട് അതിനൊരു ചർച്ചയുണ്ടാകുന്നുണ്ട്. ഇത്രമാത്രം ചർച്ചയുണ്ടാകുന്ന ഒരു വിഭാഗം ആളുകൾ ലോകത്ത് വേറെ എവിടെയും കാണില്ലത് മലയാളികൾ തന്നെയാണ്. അപ്പോൾ ആ ചർച്ചകളെല്ലാം വളരെ ഗുണകരമായിട്ട് മാറ്റണം എന്ന് ചിന്തിക്കുന്ന ഒരു ഭരണകൂടം നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പം നമ്മളെ അതിനകത്ത് ഞാൻ ഈ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളതുണ്ട്. കാരണം ഉള്ളവൻ ഇല്ലാത്തവൻ എന്ന് പറയുന്നതിനകത്ത് പോലും ഇപ്പോൾ ഏറ്റവും പുതിയ കാലത്തേക്ക് വരുമ്പോൾ അത് മുഴുവൻ ആളുകൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ലെവൽ കൂടി കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് കുടുംബം, ജീവിതം, പശ്ചാത്തലം, മനുഷ്യർ, വിദ്യാഭ്യാസം എല്ലാ ഏരിയകളിലും ഇത് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു ജനത നമുക്കിവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പുതിയ കാഴ്ചപ്പാടുകളൊക്കെ കാണാനും അറിയാനും പറ്റുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നിർമ്മാല്യം പോലൊരു സിനിമ ആ കാലഘട്ടത്തിൽ ഒരു വലിയൊരു രാഷ്ട്രീയമാണ് മുമ്പിലോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ അത് കൊണ്ടുവന്ന് ഞാൻ മലയാളികൾ ഏത് രീതിയിലായിരിക്കും അതിനെ സ്വീകരിക്കുക? ഈ നമ്മുടെ നാട്ടിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മതം ആണല്ലോ ഇതിനിപ്പോൾ പറയാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം. ഈ നിർമ്മാല്യം പോലൊരു സിനിമയെ മതത്തിൻ്റെ ഒരു ബോധത്തിലേക്ക് കൊണ്ടുവരും. നമ്മളിവിടെ അനുഷ്ഠാനം, പാരമ്പര്യം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് മതം ശരിക്കും ഈ ആചാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആചാരങ്ങൾ മാത്രമല്ല, മതം ഒരു കൾച്ചറാണ് അതിനകത്തൊരു സംസ്കാരമുണ്ട്. നമ്മൾ ഏതെല്ലാം തരത്തിൽ മനുഷ്യരാണ്. അപ്പോൾ എല്ലാ മതങ്ങളും നമ്മൾ പഠിപ്പിച്ചത് സാംസ്കാരികമായ മുന്നേറ്റവും സാംസ്കാരികമായ ഉന്നമനവും തന്നെയായിരുന്നു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ മനുഷ്യനെ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു അൾട്ടിമേറ്റായിട്ട് എല്ലാ മതങ്ങളും നമുക്ക്. സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചുമായിരുന്നു നമ്മുടെ മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ മതങ്ങളിലും ഈ പറയുന്ന ദേഷ്യവും വിദ്വേഷവും ഉണ്ടാകുമ്പോഴും അതിനെ മറികടക്കുന്നത് സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണെന്ന് നമ്മളെ പഠിപ്പിച്ചത്. ഇപ്പോൾ നമ്മളത് മറന്നു പോകുന്നു എന്നുള്ളതാണ്. ആ മറവി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ നിർമ്മാല്യം പോലൊരു സിനിമ ഇന്നത്തെ കാലത്ത് വരുമ്പോൾ പെട്ടെന്ന് ജനം ആലോചിക്കാൻ പോകുന്നത് അതിൻ്റെ അവസാന സീനിനെ കുറിച്ചായിരിക്കും. തീർച്ചയായിട്ടും. അല്ലാതെ ആ സിനിമ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടും ദുരിതങ്ങളും ഉണ്ടായിരുന്ന അന്നത്തെ ഒരു കാലത്ത് നിന്നും മനുഷ്യൻ എങ്ങനെയാണ് ഏറ്റവും ഈ ഇല്ലായ്മയിൽ നിന്നും മുന്നോട്ട് വരാൻ വേണ്ടിയുള്ളൊരു ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധം തന്നെയാണത്. അങ്ങനെ എങ്ങനെ മാറണം, ഇതായിരുന്നു ഈ സിറ്റുവേഷനിൽ നിന്ന് മാറണം എന്ന് പറയാം. ഒരർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ, ആ സിനിമ ഇത്രയും നാളിൽ ഞാൻ ഏറ്റവും ഗംഭീരമായിട്ട് എല്ലാ അർത്ഥത്തിലും എന്നെ സഹായിക്കും എന്ന് പറഞ്ഞ ഒരാൾ
ഞാൻ വിശ്വസിച്ചിരുന്ന, അയാൾ എൻ്റെ കൂടെ ജീവിതാന്ത്യം വരെ, എൻ്റെ ജീവിത അന്ത്യം വരെ ഒപ്പമുണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾ എന്നെ സഹായിച്ചില്ലല്ലോ എന്ന് പറഞ്ഞൊരു ചീത്തവിളിയാണ് ആ സിനിമയുടെ ക്ലൈമാക്സ് എന്നുള്ളത്. അത് ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവൂ നമ്മൾ അതിനെ കാണുന്ന എന്താണ്, അതല്ലാത്ത അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. തമിഴ്നാട് പോലെയുള്ള ഈ ദ്രവീഡിയൻ കൾച്ചറാണ് നമുക്കുള്ളത്. ഈ ദ്രാവിഡ കൾച്ചറിനകത്ത് നമ്മൾ പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള ദൈവങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. തമിഴ്നാടുകളിൽ തന്നെയുള്ള പല സ്ഥലത്തും ഈ വഴിയോരത്തുള്ള ദൈവങ്ങളുണ്ട്. കുറേ കാവൽ ദൈവങ്ങളുള്ള ഒരു സ്ഥലമാണത്. ഈ കാവൽ ദൈവങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലങ്ങളിൽ മുഴുവൻ മനുഷ്യർ ഈ കാവൽ ദൈവങ്ങളായിട്ടുള്ള അവിടെ നിൽക്കുന്ന ദൈവങ്ങളുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ചീത്ത വിളിക്കുക വരെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. കാരണം അത്രമേൽ അടുപ്പമാണത്, അത്രമേൽ സ്നേഹത്തിനുണ്ട്, അത്രമേൽ ദേഷ്യമുണ്ട്. അമ്മ ദൈവങ്ങളുടെ ഒരു പാരമ്പര്യം നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ അമ്മ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊട്ടക്ടർ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അമ്മ ദൈവം കാണുന്നത്. നമുക്ക് എന്തു പ്രശ്നം വന്നാലും നമ്മൾ ആദ്യം വിളിക്കുന്നത് അമ്മയോടാണ്. ചിലർ എന്ത് കാര്യം പറയുന്നത് അമ്മയോടാണ്. ദൈവിക സങ്കല്പത്തിനകത്തും ഈ അമ്മ സങ്കല്പം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അമ്മയോട് നമ്മൾ പറയുന്നുണ്ട്. ഈ നിർമാല്യത്തിനകത്തും അമ്മയോടാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മ എല്ലാ കാലത്തും ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ആ അമ്മയോടാണ് ദേഷ്യപ്പെടുകയും ചീത്ത വിളിക്കുകയും ചെയ്തിട്ടുള്ളത്. അതേ കാര്യം തന്നെയാണ് നമ്മൾ. അതല്ലാതെ അതിനെ നമ്മളെ പെട്ടെന്ന് മാറ്റിയിട്ട് മതത്തിൻ്റെ ലേബലിലേക്ക് അത് മാറ്റിയാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമുക്ക് അനുഭവിച്ചിട്ടില്ലാത്ത മറ്റൊരു തലത്തിലേക്ക് അത് മാറ്റിയാൽ അതിന് ഇന്നത്തെ കാലത്ത് എളുപ്പത്തിൽ എന്താ പറയുക, ഈ വിഭാഗീയതയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഒട്ടും സുഖകരമല്ലാത്ത ഒരു ചിന്തകളിലേക്ക് അത് കൊണ്ടുവരും. മനുഷ്യനെ ഞാൻ എപ്പോഴും ആലോചിക്കുന്നതാണ്, ഈ എളുപ്പം തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന ഒരു ടൂളും കൂടെ ഉള്ളത് മനുഷ്യന് തന്നെയാണ്. ആ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന അവസ്ഥകൾ ഈ നിർമാല്യം പോലുള്ള സിനിമകളുടെ ഇന്നത്തെ റിലീസിനകത്ത് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം സാംസ്കാരിക മേഖലയിൽ വല്ലാതെ സെൻസർഷിപ്പിൻ്റെ ഒരു അതിപ്രസരണം വരുന്നുണ്ട്. കഴിഞ്ഞ ഇപ്പം IFFK പോലുള്ള ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലൊക്കെ കേരളത്തിൽ നടക്കുമ്പോഴും ഏകദേശം 26-27 സിനിമകളാണ് സെൻസറിന് വിധേയമായിട്ടുള്ളത്. അതും നിസ്സാരമായി ബീഫിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ അതിനകത്ത് കാണിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലം മുമ്പിലോട്ട് നിർത്തി. അതേ സെൻസർ ബോർഡ് തന്നെയാണ് കേരളത്തെ ഇകഴ്ത്തി കാണിക്കാനായിട്ട് കേരള സ്റ്റോറി പോലുള്ളൊരു സിനിമ വരുമ്പോഴത്തേക്കും ഒരു സെൻസർഷിപ്പും കാണിക്കാതെ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നൊരു രീതിയിലേക്ക് മുമ്പിലോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഇന്നലെ കേരള സ്റ്റോറി 2 എന്ന സിനിമയുടെ ഒരു ലോഞ്ചിങ്ങിൻ്റെ ഇടയിൽ അവർ ട്രailer ലോഞ്ച് എന്നൊരു പ്രോഗ്രാമിനിടയിൽ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ ചോദ്യങ്ങളൊന്നും കേൾക്കാതെ അതിൻ്റെ ആൾക്കാർ മാറി നിന്നു എന്നുള്ളത്. അവരോട് കേരളത്തിൻ്റെ കഥയാണെന്ന് ചോദിച്ചപ്പോൾ കേരളത്തിൻ്റെ കഥയല്ല, മറ്റ് സ്റ്റേറ്റുകളിൽ നടന്ന കഥയാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഒളിച്ചോടുന്ന ആൾക്കാർ ആണ് ഇതിനകത്തുണ്ടാകുന്ന വെച്ചാൽ സത്യം പറയാതെ നുണ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരുണ്ടാകുന്നൊരു കാലത്ത് ആ നുണകൾ അപ്പം അങ്ങനെ നുണകൾ ഏതെല്ലാം രീതിയിൽ ജനത്തെ ഇതാക്കും എന്ന് വെച്ചാൽ, കാരണം ഒരു ഗവൺമെൻറ് വളരെ സത്യസന്ധമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഇതല്ല സ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റാൻ പലപ്പോഴും ഈ നേരായ വഴിയിലൂടെ പോകുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും നേരായ വഴികളിൽ അവർക്ക് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അതിനുള്ള എല്ലാ തടസ്സങ്ങളും സൃഷ്ടിക്കും. ഇപ്പോൾ സത്യത്തിൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് ഞാൻ സിനിമ കണ്ടിട്ടില്ല, അതിൻ്റെ ട്രailer ഞാൻ കണ്ടിരുന്നു. ആ ട്രailer കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സത്യത്തിൽ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ലത്. ഞാൻ ഒരുപാട് അത്യാവശ്യം കുറച്ച് നന്നായിട്ട് തന്നെ യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും പല ജീവിതങ്ങളും കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഈവൻ ഗുജറാത്തിൻ്റെ എല്ലാ ഏരിയകളിലും ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ എനിക്ക് കണ്ടപ്പോഴൊക്കെ തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്ക് പറയില്ല, നമ്മൾ ഇവരെ എവിടെ നിന്നാണ് ഇതെല്ലാം കണ്ടെത്തുന്നത്, എന്താണ് ഇവരെ അറ്റ്ലീസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ലോകം കാണാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ മണ്ടത്തരം അവർ പറയില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മനുഷ്യൻ നമ്മൾ പറയും നമ്മുടെ സിനിമകളിൽ ഇവിടെ പറഞ്ഞ ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ആ സിനിമകളിലുള്ളത്. അത് ലവ് ജിഹാദ് അവിടെ നടന്നു ഇവിടെ നടന്നു എന്ന് പറയുന്നതാണ്. ഈ സ്നേഹം ആണ് നമ്മൾ അൾട്ടിമേറ്റായിട്ട് നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കരുണയും
സ്നേഹവും തന്നെയാണ്, കാരുണ്യവും സ്നേഹവും തന്നെയാണ് നമ്മളെല്ലാം മനുഷ്യനായിട്ട് കൂടെ നിർത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബസ് തീപിടിച്ചപ്പോൾ അവിടെ ആ തീപിടുത്തത്തിനകത്ത് ആരാണ് അതിനകത്ത് ഏത് മതത്തിലെയാണ് ആൾക്കാരാണ് എന്ന് നോക്കാതെ ജനം വന്നു നിന്ന് സഹായിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും നമ്മളത് കണ്ട്. കേരളത്തിൽ ഞാൻ കാരണം ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ വീട് കണ്ണൂരാണ്, അമ്മ കോഴിക്കോടാണ്. ഞാൻ പഠിച്ചു വളർന്നത് മലപ്പുറം, തൃശ്ശൂർ, പാലക്കാടാണ്. കുറേ കാലത്തോളം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് പാലക്കാടും ഇപ്പോൾ തിരുവനന്തപുരത്താണ്. എൻ്റെ ഭാര്യയുടെ വീട് കൊല്ലമാണ്. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഒരുമാതിരി അറ്റം മുതൽ അറ്റം വരെ ഞാൻ ജീവിതം കൊണ്ട് തന്നെ ആളുകളെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യരൊക്കെ നമ്മൾ ഇവിടെ നിന്നുകൊണ്ടാണ് കണ്ടിട്ടുള്ളത്. എൻ്റെ വീടുകളിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോടൊപ്പവും അമ്മയോടൊപ്പവും ജാതിയോ മതമോ നോക്കാതെ ആൾക്കാർ വന്നിരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവരൊന്നും ഒരിക്കലും ജാതിയുടെ പേര് പറഞ്ഞിട്ടോ മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടോ അല്ലായിരുന്നു നമ്മളോട് ഇടപെട്ടിട്ടുള്ളത്. അപ്പം അത്രമേൽ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും അടുപ്പത്തോടെയും നിൽക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് വേറെ എവിടെയോ നടന്നു എന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ എന്തിനാണ് കേരള സ്റ്റോറി എന്ന് പേരിട്ടത് എന്ന് ചോദിക്കാൻ എനിക്ക് തോന്നിയതാണ്. ആ മണ്ടത്തരം കാണിക്കുന്ന ആൾക്കാരെ നിൽക്കുന്നു. അത്തരം സിനിമകൾക്ക് സെൻസർ ബോർഡ് കൊടുക്കുന്നത്, സെൻസർ ബോർഡിൻ്റെ കാര്യങ്ങളിൽ അത് ആ ബോർഡ് നമ്മൾ എപ്പോഴും ഉണ്ടാവുന്നില്ല, ഒരു ബോർഡ് തീരുമാനിക്കുന്ന കാര്യങ്ങളാണത്. അപ്പോൾ ആ ബോർഡിന് ഈ കേരളത്തിലെ ബോർഡായിരിക്കില്ല, തമിഴ്നാട്ടിലെ സെൻസർ ബോർഡ് അതായിരിക്കില്ല, കർണാടകത്തിൽ അതല്ലായിരിക്കില്ല, ആന്ധ്രയിൽ, ഇങ്ങനെ വ്യത്യസ്തരമായ സ്വഭാവവിശേഷങ്ങളുള്ള ആളുകളായിരിക്കണം. പക്ഷേ അൾട്ടിമേറ്റായിട്ട് ചിന്തിക്കേണ്ട കാര്യം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ആ ജനത അറ്റ്ലീസ്റ്റ് പുറത്തേക്ക് നോക്കിയിട്ട് ലോകം കണ്ടിട്ട് പറയേണ്ടതാണെന്നുള്ളതാണ്. അത് പറയാൻ പറ്റാത്തത് വരുമ്പോൾ അത് എന്താ പറയുക, വളരെ ഒരു മോശമായ സന്ദേശമാണ് പുറത്തേക്ക് കൊടുക്കുന്നത്. ഇത് ഇതിനകത്ത് തന്നെ ഇപ്പം IFFKയുടെ സമയത്തുണ്ടായിരുന്ന വിഷയവും ഇതേപോലെ തന്നെയായിരുന്നു. നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ടൂൾ, ഒരു ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത എപ്പോഴും ഈ പറയുന്ന തരത്തിലുള്ള ഗവൺമെൻറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ചെയ്തതിൻ്റെ ബാക്കി തന്നെയായിരുന്നു IFFKയിലും സംഭവിച്ചുള്ളത്. ഒരു വാക്കിൻ്റെ അടുത്ത് പിടിച്ചിട്ട് പോലും ഈ ശരിയല്ല എന്ന് പറയുന്നത്, ബീഫ് എന്ന് പറയുന്നൊരു വാക്കിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് അതെന്താണ് സിനിമ, അതെന്താണ് കഥ, എന്താണ് അതിൻ്റെ ആ സിനിമയുടെ സ്വഭാവം എന്ന് തിരിക്കാതെ അത് ഞാൻ അറിവില്ലായ്മയാണ്. അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അറിവില്ലായ്മയാണ്. ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും എന്ത് പറയുന്നത് മറ്റൊരാളുടെ ടൂളുണ്ട്, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ടൂളായി മാറിക്കൊണ്ടിരിക്കുന്നു. ചിന്തിക്കുന്ന മനുഷ്യരുണ്ടാവണം എന്നുള്ളത് തന്നെ. ചിന്തിക്കുന്ന മനുഷ്യർ കേരളത്തെ സംബന്ധിച്ചോളം അതുണ്ടായത് കൊണ്ട് തന്നെയാണ് അതിനെ മറികടന്നുകൊണ്ട് ആ സിനിമകൾ ഇവിടെ കാണിക്കപ്പെട്ടതും കണ്ടതും. സാംസ്കാരിക പ്രവർത്തന ക്ഷേമ ബോർഡിൻ്റെ ചെയർമാനാണ്. അപ്പോൾ ഫിലിം പോളിസീസിനെയൊക്കെ പറ്റിയിട്ട് ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ ഫിലിം പോളിസീസിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കേരളത്തിലെ ഫിലിം പോളിസി, അതായത് കുറച്ചും കൂടി തൊഴിലാളി സൗഹാർദ്ദമായിട്ടാണ് സർക്കാർ മുമ്പിലോട്ട് കൊണ്ടുവന്നത്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ 18 സ്റ്റേറ്റുകളിലോളം പിന്നെ ഫിലിം പോളിസി ഉണ്ടായിട്ടുള്ളതിലും മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളും ഈ പോളിസിയെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതൊരു ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെയാണ്. കാരണം നിങ്ങൾ അവിടെ വന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടാവുന്ന ബെനിഫിറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു ഈ പോളിസി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് ഇതിന് വേണ്ടിയിട്ട് കോൺക്ലേവ് നടക്കുന്നതിന് മുമ്പ് ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും പല KSFDCയുടെ ചെയർമാൻ, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ, അതിൻ്റെ സെക്രട്ടറി, അതിൻ്റെ MD, പിന്നെ കൾച്ചറൽ വെൽഫെയർ ഫണ്ട് ബോർഡിൻ്റെ ചെയർമാൻ, അതിൻ്റെ സെക്രട്ടറി, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇവരോടെല്ലാം നിർത്തിക്കൊണ്ട് അതിന് കൃത്യമായിട്ടും കുറേ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ മെമ്പേഴ്സാക്കി നിർത്തിക്കൊണ്ട് ഈ കമ്മിറ്റി വളരെ സജീവമായിട്ട് കേരളത്തിലെ മുഴുവൻ ഈ സിനിമയുടെയും ടെലിവിഷൻ്റെയും പ്രവർത്തകരുമായിട്ട് അതിൻ്റെ എല്ലാ അപ്ലറ്റ് ബോഡികളുമായിട്ട് നിരന്തരമായിട്ട് ഇടപെട്ട് സംസാരിച്ച് അവരിൽ നിന്നും സ്വരുക്കൂട്ടിയെടുത്ത അഭിപ്രായങ്ങളും അത് വെച്ചുകൊണ്ടാണ് ഈ പോളിസിയിലേക്ക് ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുന്നത്. അത് വെച്ചുകൊണ്ട് അത്രയും അവരിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചുകൊണ്ട് ഒരു കോൺക്ലേവ് നടത്തുന്നു. ആ കോൺക്ലേവിനകത്ത് സിനിമ എന്ന് പറയുന്നൊരു ഒരു നയ രൂപീകരണം സാധ്യമാക്കുന്നത് സജി ചെറിയാൻ മിനിസ്റ്ററാണ്, കൾച്ചർ മിനിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ നേതൃത്വം ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ. സർവോപരി നമ്മുടെ CM വളരെ കൃത്യമായിട്ട് ഇതൊരു പോളിസിയായി മാറുമ്പോൾ ഇത്
മധ്യത്തിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും ഗംഭീരമായ ഒരു കാര്യമായി മാറണം. ഈ പോളിസിക്ക് അത്രമേൽ പൊതുബോധത്തിൻ്റെ കൂടെ ഉണ്ടാക്കണം. കാരണം സിനിമ വെറും ഒരു ഇൻഡസ്ട്രിയെ മാറ്റം, കാരണം സിനിമ ഒരു വലിയ തോതിൽ ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതിനൊപ്പം തന്നെ നമുക്കൊരു വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മീഡിയം കൂടിയാണ്. ടെലിവിഷനും അത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് തൊഴിലാളികളുണ്ട്, ഇതിൻ്റെ ക്രിയേറ്റീവ് പാർട്ടായിട്ട് നിൽക്കുന്നവരുണ്ട്, ഇതിൻ്റെ പെർഫോമേഴ്സുണ്ട്, ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ജോലികൾ ചെയ്തു പോകുന്ന പോസ്റ്റർ ഒട്ടിക്കുന്ന ആൾ വരെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. രാവിലെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഭക്ഷണം കൊണ്ട് തരുന്നവൻ ഇതിൻ്റെ ഭാഗമാണ്. അവൻ കൃത്യസമയത്ത് അവൻ്റെ ക്രിയേറ്റീവ് പാർട്ടാണ് ചെയ്യുന്നത്. അവൻ്റെ ഒരു ജോലി സിനിമ എന്ന് പറയുന്ന ഇതിനകത്ത് നിൽക്കുന്നതിനകത്ത് അവൻ ചിലപ്പോൾ ഞാൻ പറയട്ടെ, ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചില മോമെൻറ്റിൽ നമ്മളോട് സിനിമയുടെ ഒരു വല്ലാത്തൊരു ഘട്ടത്തിലോ ഒരു ഷോട്ട് എടുക്കുന്നതിനകത്ത് ചിലപ്പോൾ ഒരു മോമെൻറ്റിലൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴൊക്കെ ചില പ്രൊഡക്ഷൻ ബോയ്സ് പറഞ്ഞു തന്നിട്ടുള്ള കഥകൾ എനിക്കറിയാം. അവർ ചിലർ ഐഡിയാസൊക്കെ പറഞ്ഞു പോയിട്ടുള്ള അത്രമേൽ അവർക്കത് ഇഷ്ടമുണ്ട്, അവരൊരു പാഷനാണിത്, വെറുതെ വരുന്നതല്ല. അവൻ്റെയൊക്കെ ഉള്ളിൽ ഒരു സിനിമ ഒരു ക്രിയേറ്റീവ് മൈൻഡോട് കൂടിയാണ്. അത്തരം ആളുകളെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ഇത് എക്സിബിറ്റ് ചെയ്യുന്ന തിയേറ്ററുകാരെ കൺസിഡർ ചെയ്തുകൊണ്ട്, ഞാനത് അവൻ്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന ആളെന്ന് പറഞ്ഞത്, അവരെ അടക്കമുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പോളിസിയാണിത് സമ്പൂർണ്ണ. കാരണം ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. കാരണം 24 മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളുണ്ട് ഇതിനകത്ത് ചില സമയങ്ങളിലൊക്കെ. പക്ഷേ ഇപ്പോൾ അതൊക്കെ ചെയ്തതിനെ മാറി കൃത്യമായിട്ട് ഈ പോളിസി തീരുമാനമെടുത്തതിന് ശേഷം ഈ സമയബന്ധിതമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ടൈം ടേബിൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുണ്ടാകുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കൃത്യമായ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ടും കൃത്യമായിട്ട് തൊഴിലാളി സൗഹൃദപരമായിട്ടും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു പോളിസിയുടെ രൂപരേഖയാണ് സർക്കാരിലേക്ക് കൊടുത്തത്. അത് സർക്കാർ അംഗീകരിച്ച് വരികയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്ത് എല്ലാം തീരുമാനം കഴിഞ്ഞു. കോൺക്ലേവ് കഴിഞ്ഞതിന് ശേഷവും അവിടെയാണ് ഞാൻ ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം കാണുന്നത്. കോൺക്ലേവ് കഴിയുമ്പോൾ കോൺക്ലേവിൽ നമുക്കൊരു രൂപീകരണം ഉണ്ടാകും. രൂപീകരിക്കപ്പെട്ട കാര്യങ്ങൾ വീണ്ടും നമ്മൾ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിച്ച്, അത് പല അപ്ലൈറ്റ് സിനിമയുടെ മറ്റ് മേഖലകളിൽ നിൽക്കുന്ന സിനിമയുടെ ഒപ്പം നിൽക്കുന്ന ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് ആണ് ഫൈനൽ ഒരു ഡ്രാഫ്റ്റിലേക്ക് എത്തുന്നത്. എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സ്റ്റേറ്റിലും ഇങ്ങനെ രീതിയിൽ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. അത്രമേൽ സൂക്ഷ്മമായിട്ട് ഒരു ഫിലിം പോളിസിയാണ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് ഇമ്മീഡിയറ്റ് അത് പുറത്ത് വരികയും ചെയ്യുന്നതാണ്. എല്ലാ മേഖലകളെയും സിനിമ എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് സിനിമ ഇതൊരു കൾച്ചറൽ ഇൻഡസ്ട്രിയാണോ. അപ്പോൾ ഒരു ആ ലെവലിൽ അതിനെ വളരെ കൃത്യമായിട്ട് സാംസ്കാരികമായിട്ട് നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഒരു സോപ്പ് നിർമ്മാണശാല എന്നതൊരു ഇൻഡസ്ട്രിയാണെന്ന് പറയും. പക്ഷേ എന്നാൽ അതുപോലെ ഇത് എല്ലാ മനുഷ്യൻ്റെ എല്ലാവിധത്തിലുള്ള സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു പുരോഗതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ എന്ന് പറയുന്നത്. ടെലിവിഷനും അതേപോലെ തന്നെയാണ്. അപ്പം നമുക്ക് അത്തരം തീരുമാനങ്ങൾ കൂടി നടപ്പിലാക്കാൻ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അത് പരിപൂർണമായി വരുമ്പോഴാണ് ഇതിനൊക്കെയാണ് ചില കാര്യങ്ങൾക്ക് നമുക്കൊരു തുടർച്ച വേണം എന്ന് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് എല്ലാ അർത്ഥത്തിലും ഇതിന് ഒരു എന്താ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാവുള്ളൂ. മുന്നോട്ട് പോകുന്ന യാത്രയിൽ വീഴാതെ പോകണമെങ്കിൽ നമുക്കൊരു നല്ല താങ്ങ് ആവശ്യമാണ്. ആ താങ്ങ് ആയി മാറണം നമുക്ക് ഇനിയുള്ള കാലം എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഞാൻ ഈ വേറൊരു കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ ഫിലിം പോളിസിയുടെ ഭാഗമായി സാംസ്കാരിക പ്രവർത്തക ക്ഷേമം എന്നത് ഞാൻ നിൽക്കുന്ന ഒരു ഇടം എന്നുള്ളത് ഏകദേശം 10-20 ആൾക്കാർ ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കിട്ടുന്നുണ്ട്. ഏകദേശം 4500 അടുപ്പിച്ച ആൾക്കാർ നമുക്ക് മാസം 4000 രൂപ പെൻഷൻ വെച്ച് കൊടുക്കുന്നുണ്ട്. 1,80,00,000 രൂപയോളം അടുപ്പിച്ച് എല്ലാ മാസവും 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് പെൻഷൻ്റെ തുകയും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു ടിക്കറ്റ്, ഞാൻ പറഞ്ഞത് നമ്മളിത് സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങളൊരു സിനിമ കാണുന്നതും ഒരു തരത്തിൽപ്പെട്ട സാംസ്കാരിക പ്രവർത്തനം. കാരണം അതിനകത്ത് സാംസ്കാരിക പ്രവർത്തനത്തെക്കാൾ കൂടുതൽ അതിൻ്റെ വെൽഫെയറിൻ്റെ ഒരു അവസ്ഥ കൂടിയുണ്ട്. കാരണം എന്താ പറയുക, ഒരു ടിക്കറ്റ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ സിനിമ കാണാൻ വേണ്ടി എടുക്കുമ്പോൾ ആ ടിക്കറ്റിനകത്തുനിന്നൊരു 3 രൂപ സെസ് ഉണ്ട്. ആ 3 രൂപയാണ് സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധിയുടെ മൂലധനം. അപ്പോൾ ആ 3 രൂപ കിട്ടിയത് എന്തെന്നാണ് ഇപ്പോൾ നമ്മൾ 1,80,00,000 രൂപയാണ് ഇപ്പോൾ പെൻഷൻ കൊടുത്തത്. പെൻഷനും വെൽഫെയറിനും മാത്രമായിട്ട്, ഫാമിലി പെൻഷനും വെൽഫെയറും മാത്രമായിട്ട് പോകുന്നത്. അത് ഓരോ മാസവും പെൻഷൻ്റെ തുക
കൂടിക്കൊണ്ട് കാരണം എന്ന് വെച്ചാൽ 1 ലക്ഷം ആവും, 1.5 ലക്ഷം രൂപ ആവും, ചിലപ്പോൾ 2 ലക്ഷം, 60 പേര് 50 പേരുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയോളാവും. അപ്പം എല്ലാ മാസവും കൂടുന്നുണ്ട്. നിങ്ങൾ സിനിമ കാണുന്നത് വെറുതെ ഒരു സിനിമ കാഴ്ച മാത്രമല്ല, 14,500 ആൾക്കാരെ അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ സഹായിക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അത് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഈ പൈസ അവർ കൃത്യമായിട്ട് അടയ്ക്കുക കൂടി വേണം എന്ന് ഞാൻ പറയുന്നത്. കാരണം തിയേറ്ററുകാരൻ ഈ കിട്ടുന്ന പൈസകൾ അടയ്ക്കുക കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വലിയ തോതിൽ ആളുകൾക്ക് സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ ഒരു വലിയ കാര്യങ്ങൾ വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരുപാട് മൂവ്മെൻറ്റ്സും ഇതിൻ്റെ പുറത്ത് നടത്താൻ തീരുമാനിച്ചിട്ടുമുണ്ട് നമ്മൾ. ഇപ്പോൾ താങ്കൾ കുറച്ച് മുന്നേ പറഞ്ഞു എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണെന്ന്. കഴിഞ്ഞ ദിവസം നമ്മുടെ മലയോര ഹൈവേയിലൂടെ പ്രശസ്തനായ മിലിൻ സോമൻ ചെരുപ്പുകളില്ലാതെ യാത്ര ചെയ്തു. അപ്പോൾ പുള്ളി അവിടുത്തെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലാണ് അയാൾ ചെരുപ്പില്ലാതെ ഇങ്ങനെ യാത്ര ചെയ്തില്ല. അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളം ഇപ്പം നമ്മൾ പണ്ടൊക്കെ പറയുമായിരുന്നു, അതായത് നല്ല റോഡ് കാണണമെങ്കിൽ കേരളത്തിന് പുറത്തു പോകണം. ഇപ്പം അതൊന്നും അല്ല, ആ ഒരു സിനാരിയോ തന്നെ മാറി. കേരളത്തിനുള്ളിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നത്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേരളത്തിൽ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഒരു 20,000 കിലോമീറ്ററിലധികം റോഡുകൾ ഏറ്റവും ഗംഭീരമായ റോഡുകളായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഞാനിത് പറയുന്നത് ഞാൻ ഇന്നലെ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ഞാൻ വരുന്ന വഴി എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും എൻ്റെ സ്വഭാവം തന്നെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഈ റൂട്ടുകൾ മാറി സ്ട്രെയിറ്റ്, അപ്പം വേണമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് MC റോഡ് വഴി അങ്ങ് കയറി അങ്ങ് വരുന്നത്. അതായത് നമ്മൾ പറയും കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, പന്തളം, പിന്നെ അടൂർ, കൊട്ടാരക്കര, കൊല്ലം എന്ന് പറയുന്നത്, കൊട്ടാരക്കര, തിരുവനന്തപുരം എന്ന് പറയുന്ന ആ റോഡ് അല്ലാതെയും വേറെ വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ചു പോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം ഇന്നലെ ഞാൻ സാധാരണ രീതിയിൽ പത്തനാപുരം വഴി കയറുന്നതിന് പകരം ഇന്നലെ ഞാൻ പുനലൂർ വഴി, നെടുമങ്ങാട് വഴി ഉള്ള റോഡിലേക്ക് കയറിയിരുന്നു. കാരണം ആ റോഡുകളുടെ പണികൾ കഴിഞ്ഞിട്ടുള്ള അപ്പം ആ റോഡുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ റോഡുകളും 2 വരി, ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള പ്രദേശങ്ങളിലെ റോഡുകൾ 2 വരിയായിട്ട് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ട് തന്നെയാണ് 2 വശങ്ങളും നടപ്പാതകൾ അടക്കം ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഈ റോഡുകളൊക്കെ കണ്ടുപോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ നമ്മുടെ സമയത്തെക്കുറിച്ച്, നമ്മുടെ ഫ്യൂവൽ കൺസംഷനെ കുറിച്ച് ഒക്കെ കൃത്യമായിട്ട് ആകെ കൂടെ നമുക്ക് ഒരു ചെറിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിഗ്നൽ ഏരിയകളിൽ മാത്രമുള്ള ടൈം ഡിലേ ആണ് പലപ്പോഴും വരുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും ഗംഭീരമായിട്ട് ഇതിനെല്ലാം പോട്ടെ. ഇപ്പോൾ ഈ കുമ്പിച്ചിക്കടവ് എന്ന് പറയുന്ന പാലം എത്രയോ വർഷങ്ങളോളം നെയ്യാറിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു ജനതയ്ക്ക് ഇങ്ങോട്ട് വരാൻ യാതൊരു മാർഗവുമില്ലാതെ എത്രയോ വർഷമായിട്ട് അവർ ഈ കടന്നും ദുരിതം അനുഭവിച്ച് നിൽക്കുകയാണ്. ഞാൻ ആ പാലത്തിൻ്റെ അടുത്ത് പോയിട്ട് കണ്ടതാണ്. അവിടെ ഒരു സത്യം നമുക്കത് കാണുമ്പോൾ ഇത്രമാത്രം സന്തോഷമാണ് തോന്നുന്നത്. കാരണം ഒരു ജനതയുടെ ഏറ്റവും വലിയ ആവശ്യം എന്നത് യാത്രാ സൗകര്യങ്ങളാണ്. ആ യാത്രാ സൗകര്യത്തിന് ഒരു ഗവൺമെൻറ് ഒപ്പം നിന്നു എന്ന് പറയുന്നത്, അത് സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ആ ഗവൺമെൻറ് ഏറ്റവും മനോഹരമായിട്ട് ജനങ്ങളെ ചേർത്ത് നിർത്തുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഞാൻ കണ്ടു മാനന്തവാടിയിൽ ഒരു പാലത്തിൻ്റെ 2 പഞ്ചായത്തുകൾ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള അതിൻ്റെ 2 സൈഡിലുള്ള ബണ്ടുകളിലെ റോഡുകളാക്കിക്കൊണ്ട് കണ്ടു. അപ്പം നമ്മൾ പറയില്ലേ, നമുക്ക് ഞാൻ വയനാട് ജില്ല ഫോർമേഷൻ്റെ കാലം മുതൽ എനിക്ക് വയനാട് ജില്ല എനിക്ക് അറിയാവുന്ന കാര്യമാണ്. വയനാട് ജില്ലയിൽ ആകെ കൂടുതൽ ചെറിയ സങ്കടം മാത്രമുള്ളത് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു ട്രഡീഷണൽ സ്വഭാവത്തിലുള്ളത് RC ബിൽഡിങ്ങൾ, ഈ കെട്ടിടങ്ങളുടെ എണ്ണം കൂടിപ്പോയതുകൊണ്ടും അത് മാത്രമാണ് ആകെ കൂടെ. കാരണം അതിനോടുണ്ടാകുന്ന ഈ ചൂട് കൂടുന്നതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടെന്ന് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പറയുമ്പോൾ അതും പറയണം. അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ കാരണം അധികം ഹൈറ്റൊന്നും ഇല്ലാത്ത കെട്ടിടങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം വലിയ ബിൽഡിങ്ങുകളൊക്കെ വന്നു, ഫ്ലാറ്റുകളുടെയൊക്കെ സ്വഭാവങ്ങളൊക്കെ വന്ന് വലിയ അതായി മാറുമ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ മൂവ്മെൻറ്റിനകത്തുണ്ടാകുന്ന സാധനമാണ്. പക്ഷേ ഇപ്പോഴും നോക്കൂ, എന്നിട്ടും ചിലപ്പോൾ ദുരന്തങ്ങൾ സംഭവിക്കാറുണ്ട്. ദുരന്തങ്ങളെ മുഴുവൻ മറികടക്കുന്നതും ഇതേപോലെ ഒരു ഗവൺമെൻറ് വളരെ സജീവമായിട്ട് നിന്നുകൊണ്ട് അത് മറികടക്കുന്നുണ്ട്. കാരണം എപ്പോഴും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്ന സാധനം മാത്രമല്ല, അത് ചിലപ്പോൾ കാലങ്ങളായിട്ടുള്ള ഉപയോഗങ്ങൾ കൊണ്ട് സംഭവിച്ചു പോകുന്ന ദുരന്തങ്ങളും ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ പോലും അതിനെ മറികടന്നുകൊണ്ട് നിൽക്കുന്ന സാധനങ്ങളുണ്ടായിരുന്നു. ഈ റോഡുകൾ ഏറ്റവും ഗംഭീരമായിട്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള റോഡുകൾ, ഇപ്പോൾ ഈ
ഹൈവേ കൂടി പണിത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് നിന്നും എറണാകുളം എത്തുന്ന ഒരു സമയം എന്നൊരു 2.5 മണിക്കൂർ കൊണ്ടൊക്കെ 2 മണിക്കൂർ കൊണ്ടൊക്കെ എത്താൻ പറ്റുന്ന തരത്തിലേക്ക് മാറുക. കാരണം 240 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 120 കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഇല്ല 210 കിലോമീറ്റർ എന്നത് നമുക്കൊരു 100 കിലോമീറ്ററിനകത്ത് പോയാൽ പോലും 2 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറും. അത് തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് സജീവമായിട്ട് കൂടെ നിൽക്കുന്നു എന്നുള്ളത് കാഴ്ച കൊണ്ട് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഈ വഴികളിലൂടെ ഒക്കെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അതാണ്. അതുപോലെ തന്നെ ഒക്കെ സാംസ്കാരിക രംഗത്ത് നിന്ന് ആളുകൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ തുടർഭരണം അത് ശരിയാവില്ല, ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് ഒരു സർക്കാരിനെ കൊണ്ടെത്തിക്കും എന്ന് പറയുന്നുണ്ട്. അതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കുന്നത്? ഞാൻ എപ്പോഴും പറയുന്നില്ലേ, ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭരണകൂടം സ്ട്രെയിറ്റായിട്ട് സത്യസന്ധമായിട്ട് മനുഷ്യരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ അത് അതിനൊരു തുടർച്ച ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ കണ്ടത്, ഞാൻ ഈ ഇത്രയും യാത്രകൾ ചെയ്തപ്പോഴും ഇത്രയും സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുകയും ഇത്രയും ആളുകൾ കാണുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഭരണകൂടം നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും അവരോടൊപ്പം നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളത് വലിയ തോതിൽ പബ്ലിസിറ്റി ഉണ്ടാക്കുന്നില്ല, അതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടാക്കി മാറ്റുന്നില്ല എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം നോക്കൂ, 62 ലക്ഷത്തോളം ആൾക്കാർക്ക് പെൻഷൻ കൃത്യമായിട്ട് കിട്ടുന്നു എന്നുള്ളതുണ്ടായിരുന്നു. വീടുകളുടെ ലൈഫിൻ്റെ വീടുകൾ കിട്ടുന്നു എന്നുള്ള ഈ ചൂരൽമല ഇഷ്യൂ വന്ന സമയത്ത് അവർക്ക് വേണ്ടിയുള്ള വീടുകൾ റെഡിയായി കിടക്കുന്നു. ആളുകൾക്ക് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് നമുക്ക് വരുന്ന മാർക്കറ്റിലേക്ക് വരുന്ന മറ്റ് വസ്തുക്കളിൽ മുഴുവൻ നമ്മൾക്കൊരു കൺട്രോൾ ഉണ്ടാവുന്നു. മനുഷ്യനെ ചേർത്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ശ്രമം അതാത് പ്രദേശങ്ങൾ, ഞാനിപ്പോൾ റോഡിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ പോകുന്ന ഓരോ റൂറൽ ഏരിയയിലുള്ള റോഡുകൾ പോലും അവിടെയുള്ള ആളുകൾക്ക് അതറിയാമല്ലോ. അവർ തിരിച്ചറിഞ്ഞാൽ മതി, ആ ആൾ തിരിച്ചറിഞ്ഞാൽ മതി ഇത് ഈ ഭരണത്തിന് തുടർച്ച വേണമോ വേണ്ടയോ എന്ന് അവർക്ക് മനസ്സിലാക്കുന്നത്. അവർക്കത് വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളിലേക്കാണ് സ്വയം ചെന്ന് ചാടുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്നുള്ളതാണ്. കാരണം നമ്മൾ കണ്ട കാഴ്ചകളുണ്ട്, ആ കാഴ്ചകൾ എത്രത്തോളം ഗുണകരമായിട്ട് പൊതുജനത്തിന് ഗുണകരമായിട്ട് മാറുന്നുവോ അത് കണ്ട ആൾക്കാർ മതി ഒരു ഭരണത്തിന് തുടർച്ച ഉണ്ടാകുക എന്നുള്ളതാണ്. ഞാൻ ആ രീതിയിലാണ് ഇതിനെ കാണുന്നത്. കാരണം ഇത് കൃത്യമായി നടന്നു പോകണമെങ്കിൽ, കൃത്യമായിട്ട് നടന്നു പോകണം, മറ്റൊരു തരത്തിലുള്ള ഇടപെടലുമില്ലാതെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ നടന്നു പോകാൻ ഇപ്പോൾ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം എല്ലാവരും പറയും ചിലപ്പം ഈ ഭരണത്തിൻ്റെ കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ വെസ്റ്റ് ബംഗാളിലേക്ക് നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അവിടുത്തെ സ്വഭാവം എന്തായിരുന്നു എന്ന് ഞാനും കണ്ടിട്ടുള്ളതാണ്, അതിൻ്റെ അവസ്ഥകൾ എന്തായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളതാണ്. കാരണം 10-30 വർഷത്തോളം ഉണ്ടായിട്ടുള്ളൊരു വലിയ തലവേദനകൾ ധാരാളം ഉണ്ടായിരുന്നു, പല തരത്തിലുള്ളതുണ്ടായിരുന്നു. അത് ആ അവസ്ഥകളല്ല ഇന്ന് ഇവിടെ ഉണ്ട്. കാരണം ഈ കേരളത്തിൽ വെച്ചാൽ ഒരുപാട് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുടെ അവസ്ഥകൾ കൂടി വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. കാര്യങ്ങൾ തിരിച്ചറിയാതെ പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ചോദിക്കുക, അന്നത്തെ കാലമല്ല ഇത്, കാലം മാറിയിട്ടുണ്ട്. ആ കാലം മാറിയിട്ട് ഇന്ന് ഏതൊരു കാര്യവും ഞാൻ നേരത്തെ തുടക്കം ചോദ്യം ചോദിക്കാനുള്ള മനസ്സുണ്ട്, അതൊരു ചർച്ചയിലേക്ക് നയിക്കാനുള്ള കഴിവുണ്ട്. ആ കരുത്ത് കൂടെ നിന്നുകൊണ്ട് ഏതൊരാൾ തെറ്റ് ചെയ്താലും ആ തെറ്റാണെന്ന് പ്രഖ്യാപിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ചോദ്യം ചെയ്യലിൻ്റെ ഒരു ഇടത്ത് നിന്നുകൊണ്ടാണ് അത് ശരിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ശരി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളതുപോലെ തന്നെ എപ്പോഴും കേരളത്തിൻ്റെ നേട്ടം എന്നുള്ളത് മൊത്തത്തിൽ മലയാളികളുടെ എല്ലാം നേട്ടമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പല വികസന പദ്ധതികളും അല്ലെങ്കിൽ ഇപ്പം അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് പറയുന്ന പ്രൊജക്റ്റൊക്കെ വന്നപ്പോൾ പോലും അതിനെ 2 കൈകൊണ്ട് സ്വീകരിച്ച ആളുകളാണ് മലയാളികൾ. എന്നാൽ ചില വ്യക്തികൾ, ഇപ്പം മുഖ്യ പ്രതിപക്ഷം പോലും അതൊരു തട്ടിപ്പാണ്, ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ളൊരു മാജിക്കാണ്, ഒരു പൊളിറ്റിക്കൽ മിമിക്കാണ് എന്നൊക്കെ പറയുന്നൊരു സാഹചര്യമുണ്ട്. അതിനെങ്ങനെയാണ് വീക്ഷിക്കുന്നത്? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അറ്റ്ലീസ്റ്റ് ബസ്സിൽ സഞ്ചരിക്കണം. സാധാരണക്കാരൻ പോകുന്ന വാഹനങ്ങളിൽ സഞ്ചരിക്കും. ഞാൻ ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് അത്രയും ബോധത്തോടുകൂടി തന്നെ ഞാൻ പറയുന്നത്. അപ്പം ആളുകളുമായിട്ട് തരുന്ന വഴിയോരത്ത് നിന്ന് സാധാരണ ഇടങ്ങളിൽ കയറി നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും അവിടെയുള്ള മനുഷ്യരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിവരങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ആ വിവരങ്ങൾ അറിയാതെ പോകുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ അവർ നടത്തുന്നത് എന്നേ ഞാൻ കരുതുള്ളൂ. കാരണം ഈ ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് മാത്രമല്ല കാര്യങ്ങൾ സംസാരിക്കേണ്ടത്, കാര്യങ്ങൾക്ക്
കാര്യങ്ങളെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രസംഗിക്കാൻ ഒരു വേദി കിട്ടിയേക്കാം. ആ വേദിയിൽ പറയുന്ന പ്രസംഗം അക്ഷരാർത്ഥത്തിൽ സത്യമുള്ളതാവണമെന്നുണ്ടെങ്കിൽ താഴേക്കിടയിൽ നിൽക്കുന്ന സാധാരണ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങളും സാധാരണ മനുഷ്യൻ പറയുന്ന കാര്യങ്ങളും കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അത് എല്ലാ ആളുകൾക്കും വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ ഒരിക്കൽ പോലും വലിയ ഹോട്ടലുകളിലോ ഒന്നുമല്ല നമ്മളൊന്നും കയറി ഭക്ഷണം കഴിക്കാറില്ല. സാധാരണ വളരെ റോഡ് സൈഡിലൊക്കെ ഉള്ള സാധാരണ മനുഷ്യന്മാർ നടത്തുന്ന ഹോട്ടലുകളിലൊക്കെ കയറി അവിടെയുള്ള ആൾക്കാരോട് ഇരുന്ന് അവിടുത്തെ അമ്മമാരോട് വർത്തമാനം പറഞ്ഞ് അവിടുത്തെ ഭക്ഷണം തരുന്ന കക്ഷികളോട് സംസാരിച്ച്, ഇതിൽ തന്നെ എത്രയോ ആൾക്കാർ അന്യ ദേശത്തു നിന്ന് വന്നിട്ടുള്ള ആൾക്കാരോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അവനോട് ഞാൻ സംസാരിക്കുമ്പോൾ അവൻ്റെ നാട്ടിലുള്ള കഥയും ഇപ്പോൾ അവൻ അനുഭവിക്കുന്ന കാര്യവും സംസാര വിഷയമാകാറുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഒരു ഇന്ത്യയിലെ ബംഗാളിലെയും ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും പിന്നെ ഒക്കെ ഉള്ള ആൾക്കാരുടെ അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. അവൻ ഇവിടെ വന്നിട്ട് ജോലി ചെയ്ത് പോകുന്നുണ്ട്. ആ ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറച്ചിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഒരിക്കലെന്നല്ല പലപ്പോഴായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളുണ്ടാക്കുന്നതാണ് സമയം. ആ മനുഷ്യരോട് ഇടപെട്ട് നിന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റൂ. അത് സ്കൂളുകളായാലും പിന്നെ കോളേജുകളായാലും ഏറ്റവും സാധാരണ മനുഷ്യന്മാർ പഠിക്കുന്ന ഇടങ്ങളായാൽ പോലും വഴിയോരങ്ങളായാൽ പോലും അതൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം. ആ ആളുകളോട് നമുക്ക് സംസാരിക്കാനുള്ള മനസ്സുണ്ടായാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതറിയാത്ത ജനതകൾ ഇത് നെഗറ്റീവാണ്, ഇല്ല എന്നേ പറയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തുടർഭരണം അല്ലെങ്കിൽ തുടർച്ച ഉണ്ടാകണം എന്ന് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊന്നും തന്നെ പറയാതെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരിടത്ത് ചെയ്യുന്നില്ല എന്നുള്ളത് പറയുന്ന ആൾക്കാരെ നമ്മൾ അവഗണിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അവസാനത്തെ ഒരു ക്വസ്റ്റ്യനാണ്, അതായത് താങ്കളടുത്ത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു വികസന പ്രവർത്തനം അല്ലെങ്കിൽ താങ്കൾക്ക് സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പറയാൻ? ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാർ യാത്രാ സൗകര്യം തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും കാര്യം. ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് എത്താൻ കഷ്ടപ്പാടും ദുരിതവും ഇല്ലാതെ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കുമ്പിച്ചൻ കടവ് പാലത്തിൻ്റെ കാര്യമാണ്. കാരണം എത്രയോ നാളുകളായി ഒറ്റപ്പെട്ടു നിന്നിരുന്ന ആളുകൾ നഗരവുമായിട്ട് ചേരാൻ പറ്റുമെങ്കിൽ അവരുടെ ജീവിതത്തിനകത്ത് നിത്യവൃത്തിക്ക് ഉപകാരപ്രദമാകുന്ന ആ കാര്യം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഞാനത് യാത്ര ചെയ്തിട്ട് അനുഭവിക്കുന്ന കാരണം അതാണ് അൾട്ടിമേറ്റായിട്ട്. കാരണം നമ്മളെപ്പോഴും പറയില്ലേ, ഒരാൾ മറ്റൊരിടത്തേക്ക് പോകാൻ ദുരിതം അനുഭവിക്കുന്ന അവസ്ഥ വരുമ്പോൾ നമ്മൾ പോകാതിരിക്കും, ഡെവലപ്മെൻറ്റ്സ് ഇല്ലാതാവും. സാക്ഷരതയും സാമൂഹ്യപരവും സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള വളർച്ചയുടെ ഭാഗം എന്ന് പറയുന്നത് യാത്രകൾക്കുതകുന്ന വഴികൾ തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ ഏറ്റവും നന്നായിട്ട് കാണുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്ര നേരം ഞങ്ങളോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിന് ഒരുപാട്